ഈ ഒരു സാധനം എന്താണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. നമ്മുടെ എയർ ഹോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെപ്പെ ഹോൺ എന്നൊക്കെ പറയും. സ്കൂട്ടറിലും ബൈക്കിലും കാറിലൊക്കെ യൂസ് ചെയ്യുന്ന എയർ ഹോൺ. അതായത് കംപ്രസർ എയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഹോണല്ല, ബാറ്ററിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എയർ ഹോണുണ്ട്. പെപ്പെ ഹോൺ എന്നൊക്കെ പറയും. അതിൻ്റെ സൗണ്ട് പേ എന്നായിരിക്കും. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡയഫ്രമാണിത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എയർ ഹോൺ. കണ്ടോ? ഈ ഒരു ഹോൺ നിങ്ങൾ വണ്ടിയിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഒരു ഹോണാണ്. രണ്ടെണ്ണം ഉണ്ടാകുക. അത് ഒന്നൊരു ലോയും ഒരു ഹൈയും. ഇവിടെ ഞാനിത് എടുത്തിരിക്കുന്നത് ലോയാണ്. ഇതിനകത്ത് എന്താണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്ക്രൂസ് 4 സ്ക്രൂസ് വരുന്നുണ്ട്. അത് നമ്മളിവിടെ അഴിച്ചിട്ടുണ്ടോ? അതെ, ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ മുകളിലെ ഈ ഒരു കോളാമ്പി എടുത്ത് മാറ്റി. അതിന് ശേഷം ഇതാണ് ഡയഫ്രം. കണ്ടോ? ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റാണ് ഡയഫ്രം. ഞാൻ നേരത്തെ കയ്യിൽ കറക്കിയ ഒരു സാധനം. അതിൻ്റെ അറ്റത്തൊരു ഇരുമ്പിൻ്റെ ദണ്ടുണ്ട്, ഒരു ഇരുമ്പ് റോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതതിൻ്റെ മെയിൻ ബോഡി. ഇതിനകത്ത് ഒരു മാഗ്നറ്റിക് കോയിൽ വരുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് ഇരുമ്പ്. ഒരു കോപ്പർ കമ്പി റോള് ചുരുളുകൾ നിങ്ങൾക്ക് കാണാം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ അതിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു കണക്റ്റിംഗ് പ്ലേറ്റ് ഇവിടെ ഉണ്ട്. അത് ഉള്ളിൽ കൂടെ കണക്ഷൻ വന്നിട്ട് ഈ ഒരു നട്ട് ബോൾട്ടിലൂടെയാണ് വരുന്നത്. അവിടെ നേരെ വേറൊരു സ്പ്രിങ് ലോഡഡ് ഒരു കണക്ടർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയഫ്രം ആ ഒരു മാഗ്നറ്റിക്കിൻ്റെ കോയിലിനകത്ത് ഇങ്ങനെ ആ ഒരു ഇരുമ്പ് റോഡ് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് 12 വോൾട്ട് DC സപ്ലൈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഈ ഒരു ഇവിടെ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഡയഫ്രത്തിന് ആ ഒരു കോയിൽ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ ഒരു വൈബ്രേഷൻ സൗണ്ടായിട്ട് പ്രതിഫലിച്ചാണ് ഈ ഒരു കോളാമ്പിയിലൂടെ വരുന്ന പുറത്തേക്ക്. അപ്പോൾ ആക്ച്വലി ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വർക്കാകാത്തൊരു എയർ ഹോണാണ്. ഞാനിതെടുത്ത് അഴിച്ചതിനകത്ത് എന്താ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ ഒരു കോയിലിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ കോയിൽ വീക്കായി കാണും. അതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഈ ഒരു സ്പ്രിങ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പ്രിങ് ലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റീൽ ബാർ നമുക്ക് ഇവിടെ ഈ ഒരു സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഡയഫ്രത്തിലേക്ക് ഉള്ള ആ ഒരു അട്രാക്ഷൻ, ഈ മാഗ്നറ്റിക് കോയിലിൻ്റെ അട്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൗണ്ട്, ഈ ഒരു ഹോണിൻ്റെ സൗണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനാണ് ഈ ഒരു സ്ക്രൂ ഉപയോഗിക്കുന്നത്. ഈ ഒരു നീല മാർക്കിങ്ങുള്ള സ്ക്രൂ. അപ്പോൾ ഇത്രയാണ് ഹോണിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ ഒരു ഹോൺ വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഓക്കെ.